ജർമ്മനിയിലെ ബെർലിനിലാണ് ഇപ്പോൾ ഞാൻ. ഇന്ന് രാവിലെ ബെർലിനിൽ വന്നിറങ്ങിയതാണ്. നഗരത്തിലൂടെ ദീർഘനേരം നടന്ന് ഇപ്പോൾ ബെർലിൻ കത്തീഡ്രലിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അതിനടുത്തേക്കാണ് പോകേണ്ടത്. കൂപ്ഫർ ഗ്രാബൻ എന്ന ചെറിയ നദിക്കു കുറുകെയുള്ള പാലത്തിലൂടെ അവിടേക്ക് നടന്നു. മുന്നിൽ വലതുവശത്ത് മറ്റൊരു വലിയ കെട്ടിടം കാണാം. ബെർലിൻ പാലസ് ആണത്. അതിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 5 നൂറ്റാണ്ടുകാലം ജർമ്മൻ മേഖലയെ ഭരിച്ചവർ ആസ്ഥാനമാക്കിയ കൊട്ടാരമാണത്. ഷ്ലോസ് ബ്രൂക്ക് എന്നാണ് ഈ പാലത്തിന്റെ പേര്. അത് കടന്നെത്തുന്നത് പാലസിന്റെ മുന്നിലേക്കാണ്. ഘട്ടം ഘട്ടമായാണ് കൊട്ടാരം ഇന്നത്തെ വലിപ്പമാർജിച്ചത്. പ്രഷ്യൻ രാജാക്കന്മാരും ജർമ്മൻ ചക്രവർത്തിമാരും ഇവിടം ആസ്ഥാനമാക്കി. മറുഭാഗത്ത് ബെർലിൻ കത്തീഡ്രൽ. സമീപത്തേക്ക് എത്തുമ്പോഴാണ് അതിന്റെ വൈപുല്യം വ്യക്തമാകുന്നത്. 1451 ആ സ്ഥലത്ത് ആദ്യത്തെ പള്ളി നിർമ്മിക്കുന്നത്. പിന്നീട് 5.5 നൂറ്റാണ്ടിനിടെ 4 തവണ പൊളിച്ചു പണിതിട്ടുണ്ട് അത്. കിരീടധാരണം ഉൾപ്പെടെയുള്ള രാജകീയ ചടങ്ങുകൾ നടന്നിരുന്നത് ആ കത്തീഡ്രലിലാണ്. വലിയൊരു ഉദ്യാനമുണ്ട് കത്തീഡ്രലിന് മുന്നിൽ. ലെസ്റ്റ് ഗാർട്ടൻ എന്നാണ് അതിന്റെ പേര്. 16-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ കൊട്ടാര ഉദ്യാനമാണ് ലെസ്റ്റ് ഗാർട്ടൻ. പുരാതനമായൊരു ഭാവത്തോടെ നിൽക്കുകയാണ് കത്തീഡ്രൽ. 1905 ഇക്കാണുന്ന രൂപത്തിൽ കത്തീഡ്രലിന്റെ നിർമ്മാണം പൂർത്തിയായത്. യുദ്ധത്തിൽ ഭാഗികമായി തകർന്നു പോയിരുന്ന പള്ളി 1993 ഈ വിധം പുനർനിർമ്മിച്ചത്. കത്തീഡ്രലിന് പിന്നിൽ ടെലിവിഷൻ ടവർ. മനോഹരമായൊരു നിർമ്മിതി തന്നെയാണ് ബെർലിൻ കത്തീഡ്രൽ. കാലഘട്ടത്തിനനുസരിച്ചുള്ള വാസ്തുവിദ്യാരീതികൾ സമന്വയിച്ച ദേവാലയമെന്ന വിശേഷണമുണ്ട് ഇതിന്. ഒരു ഭാഗത്ത് കൊട്ടാരം, അതിന്റെ സമീപത്തുകൂടി ഉണ്ടർ ഡെൻ ലിൻഡൻ എന്ന തെരുവ് കടന്നുപോകുന്നു. ഇങ്ങേ ഭാഗത്ത് കത്തീഡ്രൽ. കത്തീഡ്രലിന് മുന്നിൽ ഫൗണ്ടനുകൾ. കത്തീഡ്രലിന്റെയും ഇടതുവശത്തായി മറ്റൊരു കെട്ടിടമുണ്ട്, ഒരു പുരാനിർമ്മിതി. അതിവിടുത്തെ ഹിസ്റ്ററി മ്യൂസിയമാണ്. പുരാവസ്തുക്കളുടെ വലിയൊരു ശേഖരമുണ്ടവിടെ. ഇത്തരം മ്യൂസിയങ്ങളൊക്കെ യുദ്ധകാലത്ത് കൊള്ളയടിക്കപ്പെട്ടിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തങ്ങൾ കീഴടക്കിയ നാടുകളിലെ എല്ലാ മ്യൂസിയങ്ങൾ നാസികൾ കൊള്ളയടിക്കുകയാണുണ്ടായത്. എന്നാൽ യുദ്ധത്തിൽ ജർമ്മനി വീണതോടെ അവരുടെ മ്യൂസിയങ്ങൾ മറ്റുള്ളവരും കൊള്ള ചെയ്തു. കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഈ ഉദ്യാന വഴിയിലൂടെയാണ് രാജാക്കന്മാർ കത്തീഡ്രലിലേക്ക് നടന്നു പോയിരുന്നത്. ആ ദേവാലയത്തിന്റെ മുന്നിലേക്ക് നടന്നു. വലിയൊരു നിർമ്മിതിയാണ് ബെർലിൻ പാലസ്. ദീർഘകാലത്തെ നിർമ്മാണ ചരിത്രമുള്ള ഒരു കൊട്ടാരം കൂടിയാണത്. 500 വർഷം മുൻപാണ് അവിടെ ബെർലിനിലെ ആദ്യ കൊട്ടാരം ഉയർന്നത്. 400 വർഷത്തിനു ശേഷം 1845 പൂർത്തിയായതെന്നാണ് ചരിത്രം. ഇവിടെ രസകരമായ ഒരു ഫൗണ്ടനുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സ്ഥാപിച്ചതാണിത്. അക്കാലത്ത് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു ഫൗണ്ടൻ പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് ആൾട്ടസ് മ്യൂസിയം. പ്രഷ്യൻ രാജകുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന കലാവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി 1830 പണിത കെട്ടിടമാണ്. അക്കാലത്ത് റോയൽ മ്യൂസിയം എന്നറിയപ്പെട്ടിരുന്ന അതിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. മ്യൂസിയത്തിന് മുന്നിൽ ഒരു ഗ്രാനൈറ്റ് തളികയിരിപ്പുണ്ട്. 1828 ഇവിടെ സ്ഥാപിച്ചതാണ് 70 ടൺ ഭാരമുള്ള ആ തളിക. ഞാൻ ബെർലിൻ കത്തീഡ്രലിന്റെ അകത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. അനേകം ശില്പങ്ങളാലും ചിത്രങ്ങളാലും അലങ്കൃതമായ മനോഹരമായൊരു നിർമ്മിതിയാണിത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബോംബ് വീണ് ഭാഗികമായി തകർന്നിരുന്ന പള്ളി 19-ാം നൂറ്റാണ്ടിലെ രീതിയിലാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. നിയോ റിനൈസൻസ് ശൈലിയിലാണ് നിർമ്മാണം. 1451 ശേഷം 4 തവണ പുതുക്കിപ്പണിതപ്പോഴും ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബെർലിൻ കത്തീഡ്രലിന്റെ 4ാമത്തെ രൂപമാണ് ഇന്ന് കാണുന്നത്. മുഖമണ്ഡപം പുതുക്കിപ്പണിയുന്നതിന് സംഭാവനകൾ ആവശ്യപ്പെട്ടുള്ള ബാനറുകളാണ് ഇരുവശത്തും. യൂറോപ്പിലെ ഇത്തരം കത്തീഡ്രലുകൾ നേരിടുന്ന പ്രശ്നം
അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലുമുള്ള വരുമാനം ലഭിക്കുന്നില്ല എന്നതാണ്. വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം പള്ളിച്ചെലവിലേക്ക് നൽകണം. അതുകൊണ്ട് പലരും വിശ്വാസമില്ല എന്ന് പറയുന്ന കാലം കൂടിയാണിത്. ക്രിസ്തുമത വിശ്വാസിയാണെങ്കിൽ ശമ്പളത്തിൽ നിന്നും നിശ്ചിത ശതമാനം കട്ടു ചെയ്യാറുണ്ട്. അതാണ് പള്ളികളും മറ്റും സംരക്ഷിക്കാനുള്ള ഫണ്ടായി മാറുന്നത്. പള്ളിക്കകത്ത് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് ഞാനതിൻ്റെ വരാന്തയിലൂടെ നടന്നു. അതിബൃഹത്തും മനോഹരവുമായ നിർമ്മിതിയാണ്. ചക്രവർത്തിമാർ പള്ളിയുടെ നിർമ്മാണത്തിനായി വലിയ സംഭാവനകൾ നൽകിയിരുന്ന കാലത്ത് നിർമ്മിച്ചതാണല്ലോ. ഒരു കാലത്തെ അതിസമ്പന്നതയുടെ പ്രതീകം തന്നെയാണിത്. പക്ഷേ ഇന്നിത് സംരക്ഷിക്കാൻ തന്നെ പാടുപെടുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1940-ലും 1944-ലും ബോംബ് വീണ് ഈ കത്തീഡ്രൽ ഭാഗികമായി തകർന്നിരുന്നു. പള്ളിയുടെ മുഖമണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഞാൻ നടന്നു വന്ന ഉദ്യാനം, അതിലെ ഫൗണ്ടൻ എന്നിവയെല്ലാം ഉണ്ട് കാഴ്ചയിൽ. അങ്ങകലെ കാണുന്നത് നാഷണൽ ഗാലറിയാണ്. ആൾട്ടസ് മ്യൂസിയത്തിന്റെ ഒരരികിലൂടെ നടന്നാൽ അവിടെ എത്താം. ഒരാഴ്ച തങ്ങിയാലും വിശദമായി കണ്ടു തീർക്കാനാവാത്തത്ര ചരിത്ര സ്മാരകങ്ങളും മ്യൂസിയങ്ങളുമെല്ലാമുണ്ട് ബെർലിനിൽ. പുരാമന്ദിരങ്ങൾ അടങ്ങുന്ന ഈ പ്രദേശം ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. നല്ല തണുപ്പ്. ഞാൻ വന്ന വഴിയെ പോട്സ്ഡാമർ പ്ലാറ്റ്സിലേക്ക് തിരികെ നടന്നു. രാവിലെ തുടങ്ങിയ നടത്തമാണിത്. വിശപ്പുമുണ്ട്. ഇടയ്ക്ക് ചില സ്നാക്സും മറ്റും കഴിച്ചാണ് നടത്തം. ഇതിവിടുത്തെ ന്യൂവേ വാഹെ എന്ന സ്മാരകമാണ്. വാർ മെമ്മോറിയൽ. 1818 റഷ്യയിലെ അലക്സാണ്ടർ ഒന്നാമൻ ചക്രവർത്തിയുടെ ബെർലിൻ സന്ദർശനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത മന്ദിരമാണ്. അങ്ങേ ഭാഗത്ത് ഓപ്പറ ഹൗസ്. പാരീസിലെയും മറ്റും ഓപ്പറ ഹൗസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഭംഗിയുള്ള ഓപ്പറ ഹൗസല്ല ഇവിടുത്തേത്. പലതവണ ബോംബ് വീണ് തകരുകയും ഓരോ തവണയും പെട്ടെന്ന് പുനർനിർമ്മിക്കുകയും ചെയ്തതുകൊണ്ടാവാം. ഓപ്പറ ഹൗസിന് സമീപം ബെബേൽ പ്ലാറ്റ്സ് എന്ന ചത്വരം. അതിൻ്റെ ഒരതിരിൽ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ വിൽഹം ഹംബോൾട്ടിന്റെ പ്രതിമയാണിത്. എത്രയോ മഹാന്മാരുടെ കാലടികൾ പതിഞ്ഞ വഴികളാണിത്. കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവരൊക്കെ പല രീതിയിൽ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ്. മുന്നിലെ ഈ ചത്തുരമാകട്ടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര സംഭവങ്ങളുടെ സാക്ഷിയുമാവുന്നു. പണ്ട് എൻ്റെ ആദ്യ ജർമ്മൻ യാത്രയിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മുറ്റത്ത് വച്ചാണ് എനിക്ക് ഒരപ്പൂപ്പൻ യൂണിവേഴ്സിറ്റിയുടെ കഥ പറഞ്ഞു തന്നത്. ബെർലിൻ്റെ മാത്രമല്ല, ജർമ്മനിയുടെ തന്നെ സാംസ്കാരിക ചരിത്രത്തിൽ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. 55 നോബൽ സമ്മാന ജേതാക്കളെ സംഭാവന ചെയ്ത യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ പൗരന്മാരായ 5 പേർ മാത്രമേ ഇതുവരെ നോബൽ സമ്മാനം നേടിയിട്ടുള്ളൂ എന്നിരിക്കെയാണ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം 55 ജേതാക്കളുള്ളത്. നാസി ഭരണകാലത്ത് ഇവിടുത്തെ വലിയൊരു ഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ഹിറ്റ്ലറുടെ ആരാധകരായി മാറി. അതിന്റെ ഫലമായാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ 1,00,000-ഓളം പുസ്തകങ്ങൾ അഗ്നിക്ക് ഇരയാക്കിയത്. അക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ജൂതന്മാരായ നിരവധി പ്രൊഫസർമാർ നാസികളുടെ വെടിയുണ്ടകൾക്ക് ഇരയാവുകയും ചെയ്തു. മഴ തോർന്നിരിക്കുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ആളുകൾ വലിയ തോതിൽ തെരുവിലേക്കിറങ്ങി തുടങ്ങി. ടൂറിസ്റ്റുകളാണ് കൂടുതലും. തെരുവുകൾ സജീവമായിരിക്കുന്നു. ഉച്ചവരെ പൊതുവെ ഒരു നിർജീവാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ കഥ മാറി. ഇനി വഴിയോര റെസ്റ്റോറന്റുകളൊക്കെ സജീവമാകും. മാപ്പും മറ്റും നോക്കി ആളുകൾ പല വഴിക്ക് നടക്കുന്നു. റെസ്റ്റോറന്റുകൾ വഴിയോരത്ത് മേശകസേരകൾ നിരത്തിയിരിക്കുന്നു. തെരുവുകൾ ഉണർന്നു കഴിഞ്ഞു. ഇത് അഡ്ലോൺ കെമ്പിൻസ്കി ഹോട്ടലാണ്. ഹിറ്റ്ലറുടെ കാലത്തും സജീവമായി നിലനിന്നിരുന്ന ഹോട്ടൽ. 12.5 യൂറോ നൽകിയാൽ ഒരു ദിവസം മുഴുവൻ ഈ ബസ്സിൽ നഗരക്കാഴ്ചകളിലൂടെ സഞ്ചരിക്കാം. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ
ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. ഞാൻ ഇനി പോകുന്നത് ഹിറ്റ്ലറുടെ ബങ്കർ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ്. യുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഓഫീസും താമസയിടവും അവിടുത്തെ ബങ്കറുകളിലായിരുന്നു. ബോംബിങ്ങിൽ നിന്ന് രക്ഷ തേടി ഹിറ്റ്ലറും അടുത്ത കൂട്ടാളികളും മാസങ്ങളോളം ഒളിച്ചുപാർത്ത ബങ്കറുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. തന്റെ കാമുകി ഈവ ബ്രൗണിനെ ഹിറ്റ്ലർ വിവാഹം കഴിച്ചത് അവിടുത്തെ ബങ്കറിൽ വച്ചാണ്. ഒടുവിൽ ഇരുവരും ആത്മഹത്യ ചെയ്തതും ബങ്കറിനുള്ളിൽ വച്ചു തന്നെ. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട അന്നത്തെ ഓഫീസുകളും താമസയിടങ്ങളുമെല്ലാം യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ബോംബ് വർഷത്തിൽ തകർന്നിരുന്നു. ഇപ്പോൾ മുന്നിൽ കാണുന്ന ആ അപ്പാർട്ട്മെന്റുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് വന്നതാണ്. അവിടെയായിരുന്നു ഹിറ്റ്ലറുടെ ഓഫീസുകളും ബങ്കറുകളും ഉണ്ടായിരുന്നത്. ഹിറ്റ്ലറുടെ ഒരു സ്മാരകം പോലും ഇവിടെ ഉയരാതിരിക്കുന്നതിനായി എല്ലാം ഇടിച്ചു തകർത്തു കളയുകയാണുണ്ടായത്. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയായി കാണുന്ന ഈ ഭാഗത്തിനടിയിലായിരുന്നു ബങ്കറുകൾ. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ബോർഡ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡ് മാത്രമേ ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്നതായി ഇന്നിവിടെ അവശേഷിക്കുന്നുള്ളൂ. യൂറോപ്പിന്റെ വലിയൊരു ഭാഗം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കി സർവപ്രതാപത്തോടെ നിലകൊണ്ട ഒരു ഭരണാധികാരി ലോകം ഏറ്റവും വെറുക്കുന്ന ഒരാളായി മാറിയതിന്റെ കഥ കൂടിയാണ് ഈ പ്രദേശം പറയുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഹിറ്റ്ലറുടെ ഓർമ്മയുണർത്തുന്ന ഒന്നും നിലനിർത്താതിരിക്കാൻ ഇന്നത്തെ ഭരണാധികാരികൾ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ കെട്ടിടങ്ങളെല്ലാം യുദ്ധാനന്തരം കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. നാസി ചിന്തയുടെ ആരാധകർ ഇനി ഉണ്ടാവരുത് എന്ന മുൻകാഴ്ചയോടെയുള്ള പ്രവൃത്തി. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ബെർലിനിലേക്ക് ഇരച്ചെത്തിയ സോവിയറ്റ് ചെമ്പട ബെർലിൻ നഗരത്തിന്റെ മുക്കും മൂലയും ഹിറ്റ്ലർക്ക് വേണ്ടി അരിച്ചുപെറുക്കുകയായിരുന്നു. ഈ സമയത്താണ് 1945 ഏപ്രിൽ 29 ബങ്കറിലെ സ്റ്റോർ മുറിയിൽ വെച്ച് ഹിറ്റ്ലർ 16 വർഷക്കാലം തന്റെ കാമുകിയായിരുന്ന ഈവ ബ്രൗണിനെ വിവാഹം ചെയ്തത്. അടുത്ത ദിവസം രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഈവ ബ്രൗൺ സൈനൈഡ് കഴിച്ചും ഹിറ്റ്ലർ സ്വയം തലയിലേക്ക് വെടിയുതിർത്തും. അയാൾ നേരത്തെ നിർദ്ദേശിച്ചതുപ്രകാരം നാസികൾ 2 മൃതദേഹങ്ങളും ചാൻസലറി ഗാർഡനിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് സോവിയറ്റ് ചെമ്പടയ്ക്ക് കണ്ടെടുക്കാനായത്. അതവർ പെട്ടിയിലാക്കി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിലൂടെ മരിച്ചത് ഹിറ്റ്ലർ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ജൂതവംശത്തെ യൂറോപ്പിൽ നിന്നും തുടച്ചു നീക്കാനാണ് ഹിറ്റ്ലർ ആഗ്രഹിച്ചത്. ജർമ്മനി ആര്യരക്തമുള്ളവരുടേതായിരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ജൂതന്മാരോട് ഹിറ്റ്ലർക്ക് കടുത്ത വിരോധമുണ്ടാവാനുള്ള യഥാർത്ഥ കാരണമെന്താണെന്ന് ഇന്നും ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടില്ല. പാതയുടെ മറുഭാഗത്ത് കാണുന്നത് നാസികൾ കൊന്നുകളഞ്ഞ ജൂതന്മാരുടെ സ്മാരകമാണ്. ഇടതുവശത്തെ വേലിക്കെട്ടിനകം മിനിസ്റ്റർ ഗാർട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ഹിറ്റ്ലറുടെ ഭരണസിരാകേന്ദ്രങ്ങളായിരുന്നു. അതെല്ലാം തകർത്തു കളഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ഹിറ്റ്ലർ ജൂതന്മാരോട് അമിതമായ വെറുപ്പ് പുലർത്തി. ഒടുവിൽ ലോകം തന്നെ അയാളെ വെറുക്കുകയും ചെയ്തു. നടന്ന് ഞാൻ പോട്സ്ഡാമർ പ്ലാറ്റ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കാണുന്നതെല്ലാം ആധുനിക മന്ദിരങ്ങളാണ്. ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശമായിരുന്നു പോട്സ്ഡാമർ പ്ലാറ്റ്സ്. ഇടതുവശത്തെ വേലിക്കെട്ടിനകമെല്ലാം ഹിറ്റ്ലറുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഇടങ്ങളാണ്. രാവിലെ കണ്ടതിനേക്കാൾ സജീവമായിരിക്കുന്നു ഇപ്പോൾ പോട്സ്ഡാമർ പ്ലാറ്റ്സ്. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്പിലെ ഏറ്റവും തിരക്കുള്ള സ്ക്വയറായിരുന്നു ഇവിടം.
എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ ഇവിടമെല്ലാം നിശേഷം തകർന്നടിഞ്ഞു പോയിരുന്നു. അതിനുശേഷം പ്രദേശം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായി. അക്കാലത്ത് ഇത് നഗരമാലിന്യങ്ങൾ കൂട്ടിയിടാനുള്ള ഒരിടമായി മാറിയിരുന്നു. യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ചത്തുരത്തിൽ കുന്നുകൂടി. ചത്തുരത്തിന്റെ താഴെയുണ്ടായിരുന്ന മെട്രോ സ്റ്റേഷൻ അടച്ചുപൂട്ടി. ശീതയുദ്ധകാലത്ത് ഈ പ്രദേശം വിഭജിക്കപ്പെട്ടു. 1960കളിൽ പോട്സ്ഡാമർ പ്ലാറ്റ്സിന് മധ്യത്തിലൂടെ ഒരു മതിൽ വന്നു. ചരിത്രപ്രസിദ്ധമായ ബെർലിൻ മതിൽ. ആ മതിലിന്റെ അവശിഷ്ടങ്ങളാണ് ഈ നിൽക്കുന്നത്. എൽ ആകൃതിയിലുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഫാക്ടറിയിൽ നിർമ്മിച്ചുകൊണ്ടുവന്ന് ചേർത്ത് വെച്ചുറപ്പിക്കുകയായിരുന്നു. തകർന്ന മതിലിന്റെ ചെറിയൊരു ഭാഗം ഒരു സ്മാരകമെന്ന നിലയിൽ നിലനിർത്തിയിരിക്കുന്നതാണിത്. 1961 ഓഗസ്റ്റ് 13-നാണ് ഈ മതിൽ ബെർലിനിൽ ഉയർന്നത്. പെട്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രൂപമാണ് കോൺക്രീറ്റ് ബ്ലോക്കിൻ്റേത്. ഇതിനുവേണ്ടി തറ നിർമ്മിക്കുകയോ അസ്ഥിവാരം കോരുകയോ വേണ്ട. ഉറച്ച മണ്ണിലോ ചതുപ്പിലോ എവിടെയും സ്ഥാപിക്കാം. സ്ലാബിൽ നിന്നും നിലത്തു നീണ്ടു നിൽക്കുന്ന ഭാഗം കിഴക്കൻ ജർമ്മനിയിലും മറുഭാഗം പടിഞ്ഞാറൻ ജർമ്മനിയിലുമായാണ് നിലകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കടന്നിരിക്കുന്നത് പഴയ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്കാണ്. ഇത്രയും നേരം നടന്നിരുന്നത് കിഴക്കൻ ജർമ്മനിയിലൂടെയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പൊതുചത്വരങ്ങളിലൊന്നായിരുന്ന പോട്സ്ഡാമർ പ്ലാറ്റ്സ്. ഏറ്റവും സജീവമായിരുന്ന ഒരു ചത്വരം. നിരവധി സ്ട്രീറ്റുകൾ വന്നു ചേർന്നിരുന്ന ഇടം. അതിന്റെ മധ്യത്തിലൂടെ ഒറ്റ രാത്രിയിൽ ഒരു മതിൽ നിർമ്മിക്കപ്പെടുന്നു. അതോടെ സ്ക്വയർ വിഭജിക്കപ്പെടുകയും അത് 2 രാജ്യങ്ങളിലായി തീരുകയും ചെയ്യുന്നു. വംശീയതയുടെ പേരിൽ കിരാതമായ പ്രവൃത്തികൾ നടന്ന ഒരു രാജ്യം. മറ്റു രാജ്യങ്ങൾ ചേർന്ന് ആ രാജ്യത്തെ തകർത്തു കളയുന്നു. പിന്നെ അതിനെ പങ്കിട്ടെടുക്കുന്നു. ഒരു കാലത്തെ സഖ്യകക്ഷികൾ പിന്നീട് ചേരിതിരിഞ്ഞതോടെ ജനങ്ങൾ ഒത്തുകൂടിയിരുന്ന ഒരു ചത്വരം പോലും രണ്ടായിത്തീരുന്നു. വലിയ ചരിത്ര പാഠം തന്നെയാണ് ഈ മതിൽ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇത് കാണാനും അതിലെഴുതിയിരിക്കുന്ന ചരിത്രം വായിക്കാനും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നു. ഒരു നഗരവും അതിലെ സ്ക്വയർ തന്നെയും 2 രാജ്യങ്ങളിലായി പോയ കഥയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. 1989 നവംബറിൽ ബെർലിൻ മതിൽ പൊളിയുന്ന കാഴ്ച ടെലിവിഷനിൽ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. മതിൽ പൊളിച്ചു കളഞ്ഞയിടത്ത് നിലത്ത് മാർക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. 1961 മുതൽ 1989 വരെ ഇവിടെ മതിൽ നിലനിന്നു. നഗരത്തിലൂടെ മതിൽ ഉണ്ടായിരുന്നിടത്തെല്ലാം ആ അടയാളം സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കറുത്ത കാലവും ബെർലിൻ ഉണ്ടായിരുന്നെന്ന് പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്നതിനായി. 155 കിലോമീറ്റർ നീളത്തിൽ ഈ മതിൽ നീണ്ടുകിടന്നു. അതിൽ 116 നിരീക്ഷണ ടവറുകളും 20ഓളം ബങ്കറുകളും ഉണ്ടായിരുന്നു. മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവർ കിഴക്കൻ ജർമ്മനിയുടെ സൈന്യത്തിന്റെ വെടിയേറ്റ് വീഴും. റോഡിനു കുറുകെയുള്ള ഈ അടയാളം മതിൽ നിന്ന ഭാഗമാണ്. വലിയൊരു ആഘോഷമായിരുന്നു ബെർലിൻ മതിലിന്റെ പതനം. പലരും മതിലിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് കൊണ്ടുപോയി, ചരിത്രത്തിന്റെ സ്മരണികയായി സൂക്ഷിക്കാൻ. അക്കാലത്ത് ഈ റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല. റോഡിനു കുറുകെ മതിൽ ഉയർന്നു നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ വലതുവശത്ത് പടിഞ്ഞാറൻ ജർമ്മനിയും ഇടതുവശത്ത് കിഴക്കൻ ജർമ്മനിയുമായിരുന്നു. ഇങ്ങനെ പണ്ട് കാറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന പാതയിലാണ് പെട്ടെന്നൊരു നാൾ മതിൽ ഉയർന്നത്. പാശ്ചാത്യ നിയന്ത്രണത്തിലായിരുന്ന പടിഞ്ഞാറൻ ജർമ്മനിയിലെ സമ്പൽ സമൃദ്ധിയും സ്വാതന്ത്ര്യവും തേടി കിഴക്കൻ ജർമ്മനിയിലെ ആളുകൾ പോകാതിരിക്കാനാണ് ഇവിടെ ഒരു മതിൽ നിർമ്മിച്ചത്. അതോടെ പല കുടുംബങ്ങൾ തന്നെയും 2ആയി വേർപെട്ടു പോവുകയായിരുന്നു. സ്ക്വയറിന് നടുവിലൂടെ മതിൽ നിന്നിരുന്നിടത്തെ അടയാളമാണിത്. 2ാം ലോകമഹായുദ്ധത്തിൽ തകർന്ന ഈ പോട്സ്ഡാമർ പ്ലാറ്റ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ പുനർനിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കാണുന്ന പന്തലിന് ചുവട്ടിലൂടെ ഇറങ്ങിയാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. ശീതയുദ്ധകാലത്ത് അടച്ചുപൂട്ടിയ സ്റ്റേഷനായിരുന്നു അത്. ഗോസ്റ്റ് സ്റ്റേഷൻ എന്നാണ് അന്ന് അതറിയപ്പെട്ടിരുന്നത്.
മോഡേൺ ശൈലിയിലാണ് ഇപ്പോൾ പണിയുന്ന കെട്ടിടങ്ങളെല്ലാം. എത്ര ചരിത്രം കണ്ട സ്ഥലമാണിത്. പ്രതാപത്തിന്റെ ഒരു കാലം, ദുരന്തങ്ങളുടെ കാലം, യുദ്ധകാലം, ദാരിദ്ര്യത്തിന്റെ കാലം, പിന്നെ മാലിന്യ നിക്ഷേപ സ്ഥലമായ കാലം, കമ്മ്യൂണിസ്റ്റ് കാലം, ഒടുവിൽ പരസ്പരമുള്ള ഒന്നാകലിന്റെ കാലം. ഈ സ്ട്രീറ്റിന്റെ അങ്ങേയറ്റത്താണ് താമസിക്കുന്ന ഹോട്ടൽ. ഞാൻ മടുത്തു. ചരിത്രത്തിന്റെ കാഴ്ചകളും അതുതരുന്ന സംഘർഷങ്ങളുമെല്ലാം കൊണ്ട് ഇനി ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു. പോട്സ്ഡാമർ പ്ലാറ്റ്സിലേക്ക് എത്തുന്ന ഒരു പ്രധാന സ്ട്രീറ്റാണിത്. സ്കാൻഡിക് ബെർലിൻ പോട്സ്ഡാമർ പ്ലാറ്റ്സ് ഹോട്ടലിന് മുന്നിലേക്കെത്തി. ഇവിടെയാണ് മുറി. രാവിലെ വന്ന് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജ് ഇവിടെ വച്ചിരുന്നു. അതെടുത്ത് മുറിയിലേക്ക് ചെന്നു. 8ാം നിലയിലാണ് മുറി. ഗംഭീര മുറിയാണ്. ഇന്നത്തെ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണ് മുറിയിലേക്ക് കയറി ചെന്നത്. ഇനി ഒന്ന് ഫ്രഷായി താഴെ ചെന്ന് അത്താഴം കഴിക്കണം. പുറത്ത് നല്ല തണുപ്പാണ്. ഇന്നത്തെ ജോലി അവസാനിക്കുമ്പോൾ കട്ടിൽ കാഴ്ച ഒരാശ്വാസമാകുന്നു.